സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. യേശുവിനെ കാണണം, അവൻ്റെ സ്നേഹത്തെ രുചിച്ചു നോക്കണം. ഒരു ദിവസം മദ്രാസിലുള്ള സഭയിലെ ഒരു സഹോദരിക്ക് എപ്പോഴും ഒരേ ഒരു ആഗ്രഹമാണ്, എങ്ങനെയെങ്കിലും യേശുവിൻ്റെ പാദങ്ങൾ എനിക്ക് കാണണം, യേശുവിൻ്റെ പാദങ്ങൾ കാണണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ പറഞ്ഞു, യേശു കർത്താവിനോട് തന്നെ അപേക്ഷിക്കൂ എന്ന്. അവർ ദിനംതോറും പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, നിന്റെ പാദത്തിൻ്റെ ദർശനം, നിന്റെ പാദത്തിൻ്റെ ദർശനം എന്നെ ഒന്ന് കാണിക്കണമേ എന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ഒരു ദിവസം ആണിപ്പഴുതുള്ളതായ യേശുവിൻ്റെ പാദങ്ങൾ അവർക്ക് കൺമുൻപിൽ കാണുവാനിടയായി. ആ പാദങ്ങൾ കണ്ട സമയത്ത് അവരുടെ ഹൃദയത്തിൽ അവർക്ക് പറഞ്ഞ് അറിയിക്കുവാൻ കഴിയാത്ത ഒരു ആനന്ദമുണ്ടായി, പറയുവാൻ കഴിയാത്ത ഒരു അനുഭവം ഉണ്ടായിട്ട് വന്ന് സാക്ഷ്യം പറയാനിടയായി. യേശുവിൻ്റെ പാദങ്ങൾ കാണണമെന്ന ആഗ്രഹം. ഒരു ദിവസം മോശ പറഞ്ഞു, കർത്താവേ, ഒരു തവണ നിന്റെ സ്വരൂപം എന്നെ ഒന്ന് കാണിക്കാമോ? ഒറ്റത്തവണ നിന്റെ പൂർണ്ണമായ സ്വരൂപത്തെ എനിക്കൊന്ന് കാണണം എന്ന് ആശിച്ചപ്പോൾ ദൈവം പറഞ്ഞു, എന്നെ പൂർണ്ണമായി കണ്ടാൽ നീ ജീവിച്ചിരിക്കില്ല, എൻ്റെ രൂപം അനന്തമായത് ആകുന്നു. അവൻ യേശുക്രിസ്തുവായി ഈ ലോകത്തിലേക്ക് വന്നതുകൊണ്ട് യേശുവിൽ നാം അവനെ കാണുന്നു. എന്നാൽ പിതാവായ ദൈവത്തെ, യഹോവയായ ദൈവത്തെ ആർക്കും കാണാൻ കഴിയില്ല, കാരണം അവൻ പരിശുദ്ധനാണ്, അവൻ പരിപൂർണനായ ദൈവമാണ്. ആ ദൈവം തന്നെ ശരീരത്തിൽ ക്രിസ്തുവായിട്ട് ഈ ലോകത്തിലേക്ക് വന്ന് യേശുക്രിസ്തുവിന്റെ രൂപത്തിൽ നമുക്ക് ദൈവത്തെ കാണുവാനായിട്ട് ദൈവം നമുക്ക് സഹായം ചെയ്തു. എന്നാൽ ആ പഴയ നിയമത്തിൽ പറയുന്നതായ പരിശുദ്ധനായ ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയില്ല. എന്നാൽ നിന്നെ കാണണം എന്ന് ആശിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഒരു പാറയിടുക്കിൽ നിൽക്കൂ, വേണമെങ്കിൽ എൻ്റെ കരം നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ആ കരം കാണിക്കുവാനിടയായി. അതുകണ്ട് അവൻ അതിശയിച്ചു. വെളിച്ചമയമായിരിക്കുന്ന, പ്രകാശമയമായിരിക്കുന്ന അവൻ്റെ ഹസ്തം കണ്ടതായ സമയത്ത് മോശ അവൻ്റെ സാന്നിധ്യം അനുഭവിച്ചു, അത്ഭുതപ്പെട്ടു. വിശ്വസ്തദാസനായി ദൈവത്തിനു വേണ്ടി ജീവിച്ചു. ഈ ദിവസം നിന്റെ ആശയം എന്താണ്? നിന്റെ ആഗ്രഹം എന്താണ്? നെപ്പോളിയൻ എന്ന് വിളിക്കുന്ന ചക്രവർത്തി, നമുക്കറിയാം, ഒരുപാട് രാജ്യങ്ങളെ കീഴടക്കിയ ഒരു ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ മകന്റെ ജന്മദിന ദിവസം ആ രാജകുമാരനോട് ചോദിച്ചു, മോനെ, നിന്റെ ജന്മദിന ദിവസമായ ഇന്ന് നീ എന്ത് വേണമെങ്കിലും ചോദിക്കൂ, നൽകാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മകൻ എന്ത് പറഞ്ഞെന്നറിയാമോ? ഡാഡി, ഞാൻ ആ ചെളിക്കുണ്ടിൽ പോയി കളിച്ചോളാം എന്ന് പറഞ്ഞു. എടാ, എന്താണ് പറഞ്ഞത്? നീ ചക്രവർത്തിയുടെ മകനാണ്, നീ രഥങ്ങൾ ചോദിക്കുമായിരിക്കും, അല്ലെങ്കിൽ രത്നങ്ങളോ വജ്രങ്ങളോ ചോദിക്കും, അങ്ങനെ വിലയേറിയ എന്തെങ്കിലും ചോദിക്കുമെന്ന് വിചാരിച്ചപ്പോൾ നീ എന്താണ് പറഞ്ഞത്? ചെളിയിൽ പോയി കളിക്കണമെന്ന്. എന്താടാ, എന്താണ്? നാമും അങ്ങനെ തന്നെ, യേശുവേ യേശുവേ എനിക്കൊരു ഷർട്ട് തരണേ. ഇങ്ങനെയാണ് ചിലർ ചോദിക്കുന്നത്. കർത്താവേ കർത്താവേ, എനിക്കൊരു ചെറിയ വീട് നൽകണമേ അപ്പാ, യേശുവേ യേശുവേ എന്ന് ചോദിക്കുന്നു. എന്താണ്? നമ്മൾ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുമ്പോൾ അത്ര വലിയ ദൈവത്തിന്റെ അരികിൽ നിസ്സാരമായ കാര്യങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത്? കർത്താവിനോട് അവന്റെ മഹത്വത്തിനൊത്തവണ്ണം ചോദിക്കുക. അവൻ വലിയ ദൈവമാണ്, വൻ കാര്യങ്ങൾ നമുക്കായി ചെയ്യും. മനുഷ്യന് നൽകാൻ കഴിയാത്ത കാര്യങ്ങൾ അവൻ ചെയ്യും. മനുഷ്യന് അസാധ്യമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തരുന്നവനാണ് അവൻ. നമ്മുടെ ചിന്തകൾക്കപ്പുറം അവൻ പ്രവർത്തിക്കും. നാം ആലോചിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമുക്ക് ചെയ്യുന്നതായ ദൈവമാണവൻ. അതുകൊണ്ട് ഒരിക്കലും ദൈവസന്നിധിയിൽ പോയി ഭിക്ഷക്കാരെ പോലെ ചോദിക്കരുത്. രാജകുമാരന്മാരെ പോലെ കർത്താവിന്റെ മക്കളായിരിക്കുന്ന നാമും ദൈവത്തിന്റെ മക്കളാണ്, അവന്റെ മകനും മകളുമാണ്. നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തു എത്ര വലിയവനാണെന്ന് നാം മനസ്സിലാക്കുകയാണെങ്കിൽ ദൈവസന്നിധിയിൽ വൻ കാര്യങ്ങൾ ചോദിക്കുവാനിടയാകും. നമ്മുടെ കർത്താവിന്റെ മഹത്വം നാം അറിയാതിരിക്കുമ്പോൾ നാം ചോക്കോബാർ പോലുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. യേശു ആരാണെന്ന് കാണുവാൻ ആഗ്രഹിച്ചു. യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കണം. അവൻ നൽകുന്ന പാപത്തിൻ്റെ ക്ഷമ അനുഭവിക്കണം. അവൻ്റെ നാമത്തിൽ ഉള്ളതായ മഹത്വത്തെ എൻ്റെ ജീവിതത്തിൽ കാണണം എന്നിവിടെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? എൻ്റെ ഹൃദയം ദൈവത്തിന് കൊടുത്ത ശേഷം ഞാൻ ഒന്നു മാത്രമാണ് ദൈവത്തോട് ചോദിച്ചത്. യേശുക്രിസ്തു ഒരു വ്യക്തിയെ, ഒന്നിനും കൊള്ളാത്തതായ ഒരു വ്യക്തിയെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? എങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും? അതെൻ്റെ ജീവിതത്തിൽ കാണിക്കണമേ, എൻ്റെ ജീവിതത്തിൽ അത് ചെയ്യണമേ എന്ന് കർത്താവിനോട് ചോദിക്കാനിടയായി. ഈ ദിവസം അതുപോലെ നിന്നെയും ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ബലം, പുനരുദ്ധാനത്തിൻ്റെ ശക്തി, അത് ഞാൻ അറിയുന്നത് കൊണ്ട് സകലതും ചപ്പന്നും ചവറുന്നും എണ്ണി അവൻ്റെ പുനരുദ്ധാന ശക്തിയെ അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് പൗലോസ് പറയുവാൻ ഇടയായി. കർത്താവിലുള്ള മഹത്വത്തെ അറിയണമെങ്കിൽ ഈ ലോകത്തിലെ വലിയ കാര്യങ്ങളെ എല്ലാം ചപ്പന്നും ചവറുന്നും നാം എണ്ണണം. റോഡിൽ കൂടി നടക്കുന്ന സമയത്ത് പലവിധമായ ചപ്പുചവറുകൾ കാണാറുണ്ടല്ലോ.
ആ ചവറ് കാണുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ചപ്പ് ചവറാണ്. ഒരുപാട് ചപ്പ് ചവറുകളുണ്ടല്ലോ, ഒരുപാട് മാലിന്യമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നോക്കുമോ? ഇങ്ങനെ നിങ്ങൾ ചെയ്യുമോ? മാലിന്യം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറിപ്പോവുകയല്ലേ? മാലിന്യം കാണുമ്പോൾ നാം എന്താണ് ചെയ്യുന്നത്? അതുപോലെയാണ് ഈ ലോകത്ത് കാണുന്ന ആഡംബരവും സുഖലോലുപതയും, ഈ ലോകത്തിൽ കാണുന്ന മദ്യപാനവും വ്യഭിചാരവും ദുഷ്ടപ്രവൃത്തികളും, ഈ ലൗകികമായ കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് എന്താണ് പറഞ്ഞത്? അവയെ ചപ്പെന്നും ചവറെന്നും എണ്ണി കർത്താവിനു വേണ്ടി അവൻ ഓടി. കർത്താവിനു വേണ്ടി നീ ഓടുകയാണെങ്കിൽ കർത്താവ് നിന്നെ എങ്ങനെ മാറ്റിയെടുക്കും, എങ്ങനെ അനുഗ്രഹിക്കും, എങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്യും എന്നുള്ളത് നീ അനുഭവിച്ചിട്ടേ ഇല്ല. ഈ ദിവസം നിന്റെ ഹൃദയത്തിലൊരു ആശയുണ്ടാകണം. എനിക്ക് യേശുക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയെ മനസ്സിലാക്കണം. യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായി രുചിച്ച് അറിയണം. എനിക്ക് യേശുക്രിസ്തുവിനെ കാണണം. നമുക്കൊരാശയുണ്ടാകേണ്ടതിന് അവനും കാത്തിരിക്കുന്നു. സത്യം അന്വേഷിക്കുന്നവർക്ക് സത്യത്തെ കണ്ടെത്തുവാൻ കഴിയും. പല ആളുകളും യേശുവിൻ്റെ അടുക്കിലേക്ക് വരില്ല. യേശുക്രിസ്തുവിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടും എനിക്ക് യേശു വേണ്ട എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. എന്നാൽ യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് വേണ്ട, എനിക്ക് കേൾക്കണ്ട എന്ന് എന്തുകൊണ്ടാണ് ഒരുപാട് ആളുകളും പറയുന്നത്? യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുക, അവൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും കിട്ടും. എങ്കിലും ഒരു 10 ലക്ഷം തരട്ടെ. യേശുവെ ഒരു 10 ലക്ഷം വേണം. 1 തവണയും 2 തവണയും 3 തവണയും 4 തവണയും 5 തവണയും 6 തവണയും 7 തവണയും ഞാൻ ചോദിച്ചു, അവൻ തന്നില്ല. അതുകൊണ്ട് യേശുവില്ല, ദൈവമില്ല എന്ന് പറയുന്നു. അതല്ല, അത് ശരിയല്ല. എന്നെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തും. ഈ ദിവസം യേശുവിന് നിന്റെ ജീവിതത്തിൽ എത്ര വലിയ കാര്യം വേണമെങ്കിലും ചെയ്യുവാൻ കഴിയും എന്ന കാര്യം നീ മനസ്സിലാക്കണം. ഈ ദിവസം കർത്താവിനെ നാം അന്വേഷിക്കുന്ന സമയത്ത് പിശാച് തടസ്സപ്പെടുത്തും. അവൻ നമ്മെ മുൻപോട്ട് വിടുകയില്ല. സക്കായി യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. എന്നാൽ പുരുഷാരം നിമിത്തവും ആളിൽ കുറുകിയവൻ ആയതുകൊണ്ടും അവനെ കാണുവാൻ സാധിച്ചില്ല. എന്താണ്? പലപ്പോഴും നാം പലതും ആഗ്രഹിക്കാറുണ്ട്, ആഗ്രഹിക്കുന്നത് പോലെ നടക്കാറില്ല. ഇതുപോലെയുള്ളൊരു മീറ്റിങ്ങിന് പോകാൻ വേണ്ടി ആഗ്രഹിച്ചു. എൻ്റെ ഭർത്താവ് എന്നെ വിട്ടില്ല, എൻ്റെ കയ്യിൽ വണ്ടിക്കൂലി ഇല്ലായിരുന്നു, എനിക്ക് ആ ബസ് കിട്ടിയില്ല, അതുകൊണ്ടാണ് എനിക്ക് പോകാൻ കഴിയാതിരുന്നത് എന്ന് പറഞ്ഞ് എത്രയോ ആളുകൾ വരാതിരിക്കുന്ന എത്രയോ ആളുകൾക്ക് വേണ്ടി കർത്താവ് ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട്. അവൻ നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. നാം ലോകപരമായ ഏതെങ്കിലും വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്ന സമയത്ത് എന്തെങ്കിലും തടസ്സം വീഴുകയാണെങ്കിൽ നാം അത് കണക്കിടില്ല. ഈ കാലത്ത് പ്രേമം എന്ന് പറഞ്ഞ് എത്രയോ യൗവനക്കാർ മറുതലിക്കുന്നുണ്ട്, മാതാപിതാക്കളോട് മറുതലിക്കുന്നുണ്ട്. മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കാതെ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറുതലിച്ച് തന്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ ദൈവത്തിനു വേണ്ടി ലോകത്തോട് മറുതലിക്കാൻ പാടില്ല? അനേകം ആളുകൾ ഓരോ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഐഡിയ കണ്ടുപിടിക്കാറുണ്ട്. ഐഡിയ കിട്ടി എന്നൊക്കെ അവർ പറയാറുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് അവർ ദൈവിക വിഷയങ്ങളിലും അതുപോലെ ജ്ഞാനം ഉപയോഗിക്കുന്നില്ല? സക്കായി എന്താണ് ചെയ്തത്? എനിക്ക് നീളക്കുറവാണ്, ഈ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നാൽ എനിക്ക് യേശുവിനെ കാണാൻ കഴിയില്ല. അതുമാത്രമല്ല, എല്ലാവർക്കും എന്നെ ഇഷ്ടം അല്ല, ചുങ്കം പിരിക്കുന്നത് കൊണ്ട്. അക്കാലത്ത് നികുതി പിരിക്കുന്ന ആളുകളോട് ജനത്തിന് വളരെ വെറുപ്പായിരുന്നു. ഇവിടെ നോക്കുമ്പോൾ സക്കായി ഒരു ഓഫീസറാണ്, ഒരു അധികാരിയാണ്. വേണമെങ്കിൽ ഒരു വാഹനമൊക്കെ ആയിട്ട് ആളുകളോട് കുറച്ച് വഴിമാറി നിൽക്കുക, കളക്ടർ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് യേശുവേ നിന്നെ കാണുവാൻ ടാക്സ് കളക്ടർ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൂടെ? പറ്റില്ല. ഞാൻ യേശുവിൻ്റെ അടുക്കൽ വരുന്നത് ആരും അറിയാൻ പാടില്ല. നമ്മുടെ നാട്ടിലും അങ്ങനെയാണ് അനേകം ആളുകളും. ആരും അറിയാതെ രക്ഷിക്കപ്പെടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആരും അറിയാതെ യേശുവിനെ കാണുവാൻ വേണ്ടി ആഗ്രഹിച്ചു. ഏതോ ഒരു മരത്തിന്മേൽ കയറിയിട്ട് ഏതോ ഒരു മരത്തിന്റെ കൊമ്പിന്റെ ഇലകൾക്കിടയിൽ മറഞ്ഞിരുന്നുകൊണ്ട് യേശുവിന്റെ വാക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ശരിയാണ്, നിങ്ങൾ എവിടെ ഇരുന്നാലും കാണുന്ന ദൈവമായിരിക്കുന്നത് കൊണ്ട് മരത്തിൽ കയറിയിരുന്ന സക്കായിയോട് പറഞ്ഞു, സക്കായിയേ ബാബാ ഇറങ്ങി വാ. യേശുവിനെ രഹസ്യമായിരുന്നു കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ യേശു ആ മരത്തിന്റെ ചുവട്ടിൽ വന്ന സമയത്ത് നിന്ന് കണ്ണുയർത്തി നോക്കിയിട്ട് എടാ കുള്ള ഇറങ്ങി വാ എന്ന് പറഞ്ഞോ? ഇല്ല. എന്താണ് പറഞ്ഞത്? സക്കായിയേ. എത്ര നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ പേര് അറിയാവുന്നവനാണ്. നിന്റെ പേര് അവനറിയാം. അവൻ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്. മോശേ മോശേ മോശേ, ഏലിയാവേ ഏലിയാവേ, ശമുവേലേ ശമുവേലേ, ശൗലേ ശൗലേ, നീ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? ഉപദ്രവിക്കുന്നവർ പേരും അവനറിയാം. എന്താണ്? പേർ ചൊല്ലി വിളിക്കുന്നതായ ദൈവം. ഞാൻ ആടുകൾക്ക് നല്ല ഇടയനാണ്, ഞാൻ ആടുകളെ അറിയുന്നു എന്ന് കർത്താവ് പറയുവാനിടയായി.
യേശുക്രിസ്തു നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ്. ഇന്ന് നിന്റെ പേർ ചൊല്ലി വിളിക്കുവാൻ വേണ്ടി അവൻ ആശയോടെ ആയിരിക്കുന്നു. പേർ ചൊല്ലി വിളിക്കുന്നതായ ദൈവം. പിശാചിനെപ്പോഴും നമ്പേഴ്സാണ് ആവശ്യം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്പറിന്റെ ഗെയിമാണ് നടക്കുന്നത്. നോക്കൂ, ഇതിനു മുമ്പ് ആരെങ്കിലും കണ്ടുമുട്ടിയാൽ നിങ്ങളുടെ പേരെന്താണ്, നാട് എവിടെയാണ്, അഡ്രസ്സ് എന്താണ് ചോദിക്കുമെന്ന്. ഇപ്പോൾ നോക്കുക, ആരെങ്കിലും കണ്ടാൽ നിങ്ങളുടെ നമ്പർ എന്താണ്, നിങ്ങളുടെ ഫോൺ നമ്പർ തരിക, വീടിൻ്റെ നമ്പർ എത്രയാണ്, ആധാർ കാർഡിൻ്റെ നമ്പർ എന്താണ്, പാൻ നമ്പർ എന്താണ്. നമ്പറോട് നമ്പറാണ് ഈ കാലത്ത്. എന്താണ് ഈ കാലം നോക്കുകയാണെങ്കിൽ നമ്പറുകളുടെ കാലമാണ്. അക്കങ്ങളുടെ രാജ്യമാണിത്. പിശാച് ഒരു വലിയ നമ്പർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. 666. ആ മുദ്ര ആരാണോ ഏൽക്കുന്നത് അവർ പിശാചിന്റെ കൂട്ടാളികളായിട്ട് മുദ്ര കുത്തപ്പെടാനിടയാകും. കർത്താവിന്റെ വരവ് ഏറ്റവും സമീപസ്ഥമായിരിക്കുന്നു. പിശാച് ഇരുന്നു കൊണ്ട് എല്ലാവരെയും എണ്ണി തിട്ടപ്പെടുത്തുകയാണ് ഇപ്പോൾ. എന്നാൽ യേശു ക്രിസ്തു നമ്പറുകളെയല്ല നോക്കുന്നത്. എൻ്റെ മക്കളെ എനിക്ക് വേണം. വസ്തുക്കൾക്കാണ് നമ്പർ കൊടുക്കുന്നത്, മനുഷ്യർക്ക് പേരിട്ടാണ് വിളിക്കുന്നത്. അല്ലാതെ നമ്പർ 1, നമ്പർ 2, മൂത്തവൻ നമ്പർ 1, രണ്ടാമത്തവൻ നമ്പർ 2 എന്ന് ആരെങ്കിലും വിളിക്കുമോ? എന്നാൽ എന്തെങ്കിലും സാധനങ്ങളാണെങ്കിൽ 1, 2, 3, 4 എങ്ങനെ നമ്പർ ഇട്ട് അത് തിട്ടപ്പെടുത്തുവാനിടയാകും. 1 പെട്ടി, 2 പെട്ടി, 3 പെട്ടി, 4 പെട്ടി അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തുവാനിടയാകും. എന്താണ്? എന്നാൽ യേശുവിന് നമ്പറല്ല വേണ്ടത്. എന്താണ് വേണ്ടത്? പേര് വേണം. സക്കായിയേ, ഇറങ്ങി വാ. കണ്ടിട്ട് പോകുവാൻ നീ ആഗ്രഹിച്ചു, എന്നാൽ നിന്നോട് കൂടെ വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ടുപോകാൻ വേണ്ടി ആശിച്ചു. ഒരുപക്ഷെ നിങ്ങളിൽ ആരെങ്കിലും ഇവിടെ ഈ മീറ്റിംഗ് എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഇവിടെ നടക്കുന്നത് നോക്കിയിട്ട് പോകുവാൻ ആശിക്കുന്നവരാണെങ്കിൽ, റോഡിൽ കൂടി പോയ ആളുകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് പോയവർ വന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നവരാണെങ്കിൽ, കർത്താവ് നിന്നെ കാണുന്നുണ്ട്. കർത്താവ് നിന്റെ ജീവിതത്തെ അറിയുന്നുണ്ട്. ആ കർത്താവ് നിന്നെ വ്യക്തമായി അറിയുന്നു. ഞാൻ നിന്നോടൊപ്പം വരും. യേശു അങ്ങനെ കണ്ടിട്ട് പോകുന്ന ദൈവം അല്ല. യേശു നിന്റെ കൂടെ വരുന്ന ദൈവമാണ്. നിന്നോടൊപ്പമുള്ളവനാണ്. നിന്നിൽ വസിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവനാണ്. ഇറങ്ങി വരൂ, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരും എന്ന് പറഞ്ഞപ്പോൾ സക്കായി സന്തോഷത്തോടുകൂടി ഇറങ്ങി വരുവാനിടയായി. അവനെ കൂട്ടിക്കൊണ്ടുപോയി. യേശു നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ ആശിച്ചാൽ എത്ര പേർ കൊണ്ടുപോകും പറയുക? ചില സമയത്ത് ഞാൻ ഭവന സന്ദർശനങ്ങൾ നടത്താറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു സ്ത്രീ എന്നെ കണ്ടിട്ട് പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയി. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അവരുടെ വീട്ടിൽ വന്നത് ഇഷ്ടമായില്ല എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട്, വരൂ ദേവദാസ എന്ന് പറഞ്ഞു. എന്താണ് സംഭവിച്ചത്? എന്തുപറ്റി? പാസ്റ്റർ വീട്ടിലേക്ക് വരുന്നു എന്ന വിഷയം അറിഞ്ഞപ്പോൾ തന്നെ TV-യിൽ സിനിമ ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് ഓഫ് ചെയ്ത് ഭർത്താവിൻ്റെ മദ്യക്കുപ്പികൾ അവിടെ ഇരുന്നത് എടുത്ത് മാറ്റിവെച്ചിട്ട്, സിനിമ വാരികളൊക്കെ അവിടെ ഇരുന്നത് എടുത്ത് മാറ്റിവെച്ചിട്ട്, അലങ്കോലമായി കിടക്കുന്ന വീടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റെഡിയാക്കിയിട്ട് വരാൻ പറയുന്നു. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ കർത്താവിനെ നിങ്ങൾ കൊണ്ടുപോകുമോ? യേശു നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അവന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നിങ്ങളുടെ വീട്ടിൽ? എന്തൊക്കെയുണ്ട്? നിന്റെ കുടുംബത്തിലേക്ക് യേശു വരണമെങ്കിൽ നിന്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ വചനം ഉണ്ടായിരിക്കണം. നിന്റെ കുടുംബത്തിലേക്ക് യേശു വന്നാൽ എന്തൊക്കെയുണ്ടെന്നൊന്ന് പരിശോധിച്ച് നോക്കുക. ദൈവം വെറുക്കുന്ന എന്തെങ്കിലും വീട്ടിലുണ്ടോ? നിങ്ങളുടെ വീട്ടിലെ സാധനങ്ങളെല്ലാം നിങ്ങളുടേതാണോ? ആ സ്പൂണ് ഒരു കാക്ക കൊണ്ടിട്ടതാണെന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ ഉപയോഗിക്കുകയാണ്. അയൽപക്കത്ത് നിന്ന് തൈര് വാങ്ങിയ പാത്രം ഇപ്പോൾ അത് നിന്റെയാണെന്ന് വെച്ച് നീ തന്നെ ഉപയോഗിക്കുകയാണ്, തിരിച്ചു കൊടുത്തില്ല. അതെല്ലാം നിന്റേതാണോ? മോഷ്ടിച്ച സാധനങ്ങൾ, കവർച്ച ചെയ്ത സാധനങ്ങൾ, നിന്റെ വീട്ടിൽ വഞ്ചനയുണ്ടെങ്കിൽ, ദുഷ്ടതയുണ്ടെങ്കിൽ കർത്താവിന് അങ്ങോട്ട് വരുവാൻ കഴിയുകയില്ല. എപ്പോഴാണോ സക്കായുടെ വീട്ടിലേക്ക് കർത്താവ് വന്നത്, അപ്പോൾ കർത്താവ് അസ്വസ്ഥനായി പോവുകയാണ്. വളരെ അസ്വസ്ഥനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എന്നിട്ട് കർത്താവിനോട് പറയുന്നു, ഞാൻ അന്യായമായിട്ട് വാങ്ങിവെച്ച എല്ലാത്തിനും 4 ഇരട്ടിയായിട്ട് പകരം കൊടുത്തേക്കാം. എൻ്റെ സമ്പത്തിൻ്റെ പകുതിയോളം ഞാൻ വഞ്ചന ചെയ്തുണ്ടാക്കിയതാണ്. അതിൽ പകുതി ഞാൻ വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. യേശു നിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ നിന്റെ വീട്ടിലെ അനീതിയെല്ലാം മാറിപ്പോകാനിടയാകും. നിന്റെ വീട്ടിലെ അതിക്രമങ്ങൾ മാറുവാനിടയാകും. നിന്റെ ഭവനത്തിലെ അശുദ്ധിയെല്ലാം മാറുവാനിടയാകണം. നിന്റെ വീട്ടിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റണം. സക്കായി എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, എല്ലാവരുടെ മുൻപിൽ വെച്ച് പറയുകയാണ്, ഞാൻ അന്യായമായി വാങ്ങിച്ചെടുത്തതിനെല്ലാം പകരം 4 ഇരട്ടി തിരികെ കൊടുത്തേക്കാമെന്ന്. അങ്ങനെ സാക്ഷ്യം പറഞ്ഞതായ സമയത്ത് കർത്താവ് അവനോടൊരു വാക്ക് പറയുകയാണ്. എന്താണ്? ഇന്ന് ഈ ഭവനത്തിന് എന്താണ്? രക്ഷ വന്നിരിക്കുന്നു. ഈ ദിവസം യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുക. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഉണ്ടാകാം. നിങ്ങളുടേതല്ലാത്ത വസ്തുക്കളുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കൂ. നിങ്ങൾ അന്യായമായി സമ്പാദിച്ചതുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കുക. ഒരു ദിവസം എൻ്റെ അടുക്കൽ ഒരു സഹോദരൻ വന്നിട്ട് എന്നോട് സംസാരിക്കാനിടയായി. ബ്രദർ, ഞാൻ മാനസാന്തരപ്പെട്ടിരിക്കുകയാണ്. കർത്താവിനോട് ഞാൻ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. അങ്ങനെ സകല പാപങ്ങളും ഞാൻ ഏറ്റുപറഞ്ഞു.
ഇപ്പോൾ കർത്താവെ എന്നോട് സംസാരിക്കുവാൻ പറയുന്ന സമയത്ത് എൻ്റെ കണ്ണുകളുടെ മുൻപിൽ ഒരു പാത്രം കാണുന്നുണ്ട്. കർത്താവെ ദർശനം കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ പാത്രമാണ് കാണുന്നത്. എന്താണ് ആ പാത്രമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഒരിക്കൽ ഒരു ഭിക്ഷക്കാരൻ ഭിക്ഷയച്ച സമയത്ത് ആ ഭിക്ഷക്കാരൻ മുൻപിലിരുന്നതായ ആ പാത്രവും അതിനകത്തുണ്ടായിരുന്ന പണവും ഞാൻ എടുത്തുകൊണ്ട് വരുവാൻ ഇടയായി. എന്നിട്ട് തിരികെ കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആ കുരുടനായ മനുഷ്യൻ എവിടെയുണ്ടെന്ന് ഇപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവസന്നിധിയിൽ ഏറ്റു പറയാൻ. എത്ര സമയം ഏറ്റു പറഞ്ഞിട്ടും വീണ്ടും ഈ പാത്രം തന്നെയാണ് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സക്കായി ചെയ്തതുപോലെ ചെയ്യുക. ഒരു 4 പാത്രങ്ങൾ വാങ്ങിച്ചിട്ട് 4 കുരുടരായ ഭിക്ഷക്കാരുടെ അടുക്കൽ ചെന്നിട്ട് പറയണം, ഞാനൊരു ഭിക്ഷക്കാരനെ പറ്റിച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം, ഇത് അതിന് പകരമായിട്ട് നിങ്ങൾക്കൊരു ഭിക്ഷാപാത്രം ഞാൻ വാങ്ങിച്ചു തരികയാണ് എന്ന് പറഞ്ഞ് 4 പേർക്കും കൊടുക്കണം എന്ന് പറഞ്ഞു. അയാൾ അങ്ങനെ ചെയ്തു. അതിനുശേഷം ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചു. ഇപ്പോൾ ദൈവത്തിന് വേല ചെയ്യുന്ന എവിടെയാണെന്ന് അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ പേര് ദാവീദ് എന്നാണ്. നിന്റെ ഹൃദയത്തെ, നിന്റെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന സമയത്ത് ദൈവം തൻ്റെ പദ്ധതിയിൽ നിങ്ങളെ ഉപയോഗിക്കും. നിന്റെ വീട്ടിൽ രക്ഷ വരണമെങ്കിൽ നിന്റെ വീട് ശുദ്ധീകരിക്കപ്പെടണം. വിശുദ്ധനായിരിക്കുന്ന ദൈവം നിന്നോട് കൂടെ ആയിരിക്കണമെങ്കിൽ, നിന്റെ ഭവനത്തിൽ വരണമെങ്കിൽ, നിന്റെ കുടുംബത്തിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം വരണമെങ്കിൽ, അത് അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി തീരണമെങ്കിൽ ഈ കർത്താവിനെ നിന്റെ ഭവനത്തിലേക്ക് നീ ക്ഷണിക്കണം. നിന്റെ ഹൃദയത്തിലേക്ക് നീ ക്ഷണിക്കണം. ഹൃദയത്തിന്റെ വാതിൽക്കൽ വന്ന് അവൻ മുട്ടുകയാണ്. ആരെങ്കിലും സ്വരം കെട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തേക്ക് വന്ന് ഞാൻ അവനോടും അവൻ എന്നോടുമൊപ്പം ആഹാരം കഴിക്കുമെന്ന് പറഞ്ഞു. നമ്മോട് കൂടെ അവൻ നിവസിക്കുമെന്ന് പറയുന്നു. അതുകൊണ്ട് ഈ ദിവസം ഈ മീറ്റിംഗ് കണ്ടിട്ട് പോകുവാനല്ല, ഇവിടെ വന്ന് ചെലവഴിച്ചിട്ട് പോകുവാനല്ല, യേശുവിന്റെ മഹത്വത്തെ പൂർണ്ണമായി അറിയേണ്ടതിന് നിങ്ങളുടെ ഭവനത്തിൽ ചെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവിന്റെ സാന്നിധ്യത്തെയും അവന്റെ ആത്മാവിനെയും നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഭവനത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകൂ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിന്നെ സൃഷ്ടിച്ചതായ സൃഷ്ടികർത്താവ്, നിനക്ക് വേണ്ടി ജീവൻ നൽകിയതായ യേശുക്രിസ്തുവിനെ വിട്ടുപിരിഞ്ഞ് നിന്റെ ഇഷ്ടമനുസരിച്ച് നീ എവിടേക്കോ പോയി. തിരികെ വരൂ യേശുവേ. നിന്നെ കാണുവാനാണ് എൻ്റെ ആഗ്രഹം. നിന്റെ ചിറകിന്റെ മറവിലായിരിക്കുവാൻ ഞാൻ ആശിക്കുന്നപ്പാ. എനിക്ക് ബോധം വന്നിരിക്കുന്നു. ഈ പന്നി തിന്നുന്നതായ ഭക്ഷണം എനിക്ക് കഴിച്ച് ജീവിക്കുവാൻ കഴിയില്ല. ഇപ്പോൾ എൻ്റെ പിതാവിൻ്റെ സ്നേഹം എത്ര വലുതായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ദൈവമേ. ലോകത്തിലെ സുഖ സൗകര്യങ്ങൾ, ലോകത്തിലുള്ള ആഡംബരങ്ങൾ എനിക്ക് യഥാർത്ഥമായ സന്തോഷം നൽകുകയില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നപ്പാ. നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ യേശുവേ. എൻ്റെ ജീവിതത്തിൽ നീ എനിക്ക് വേണമപ്പാ. കർത്താവേ, നിന്റെ പാദപീഠത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ തന്നെ എൻ്റെ ജീവിതം ഏറെക്കുറെ നശിച്ചിരിക്കുന്നു. ഞാൻ കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ ചീത്തയായിരിക്കുന്നു. ഞാൻ കാരണം എൻ്റെ കുടുംബത്തിൽ നാശമുണ്ടായിരിക്കുന്നു. എന്നോട് കരുണ കാട്ടണമേ അപ്പാ. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നൽകണമേ അപ്പാ. നിന്റെ ചിറകിൻ മറവിലേക്ക് നീ എന്നെ ചേർക്കണമേ അപ്പാ. എനിക്ക് വരാനിരിക്കുന്ന പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. യേശു കർത്താവേ, എന്നോട് കരുണ കാണിക്കണമേ എന്ന് വായ് തുറന്ന് എല്ലാവരും പ്രാർത്ഥിക്കാം. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനോട് നിലവിളിക്കാം. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് നീ വരണമേ. യേശുവേ, എൻ്റെ ഭവനത്തിലേക്ക് വരണമേ. യേശുവേ, നിന്നിലുള്ളതായ സന്തോഷവും സമാധാനവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി സഹായിക്കണമേ. ദൈവമേ, നിന്നെ രുചിച്ചറിയുവാൻ ഈ രാത്രി എന്നെ സഹായിക്കണമേ. വഞ്ചിതനായി കഷ്ടതയിലായിരിക്കുന്നു, ദുഃഖത്തിലായിരിക്കുന്നു, ബുദ്ധിമുട്ടിലായിരിക്കുന്നു. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു സംതൃപ്തിയുമില്ലാതെ വളരെ വേദനയിലായിരിക്കുന്നു, വിഷമത്തിലായിരിക്കുന്നു, സങ്കടത്തിലായിരിക്കുന്നു. എന്നെ ആശ്വസിപ്പിക്കണമേ യേശുവേ. യേശുവേ, എന്നെ സഹായിക്കണമേ. യേശുവേ, എന്നെ വിടുവിക്കണമേ. എന്നെ നിന്റെ മാർഗത്തിൽ നടത്തണമേ. എന്നോടൊപ്പം വരണമേ. എൻ്റെ ഭവനത്തിൽ വരണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. തകർന്ന ഹൃദയത്തോടെ, നുറുങ്ങിയ ഹൃദയത്തോടെ നിന്നോട് അപേക്ഷിക്കുകയാണ്. എൻ്റെ ചെറിയ ഭവനത്തിൽ നീ വരണമേ അപ്പാ. എൻ്റെ കുടുംബത്തിന് നീ രക്ഷ നൽകണമേ. നമുക്കെല്ലാവർക്കും വായു തുറന്ന് പ്രാർത്ഥിക്കാം. അവൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളായി ഞങ്ങളെ മാറ്റണമേ അപ്പാ. യേശു നിന്റെ കൂടെ വസിക്കുന്നതിന് വേണ്ടി ഞാൻ നിന്റെ ഭവനത്തിലേക്ക് വരാം. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഇന്ന് നിന്നെ വിളിക്കുന്നതായ യേശു ക്രിസ്തു നമ്മുടെ മധ്യേ ഉണ്ട്. ലോകത്തിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് അന്വേഷിച്ചുകൊണ്ട് പാപത്തിൽ വീണുപോയി. അല്പകാല പാപത്തിൻ്റെ സുഖത്തിൽ അന്വേഷിച്ചുകൊണ്ട് നഷ്ടത്തിൽ അകപ്പെട്ടുപോയി. മനുഷ്യരിൽ ആശ്രയിച്ചിട്ട് വഞ്ചിക്കപ്പെട്ടു, കടഭാരത്തിലായിരിക്കുന്നു. വൈദ്യന്മാരെ വിശ്വസിച്ച് രോഗം ഗുരുതരമാകുവാനിടയായിരിക്കുന്നു. നിന്നെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവിനെ, നിനക്ക് വേണ്ടി ജീവൻ നൽകിയതായ യേശുക്രിസ്തുവിനെ വിട്ടുപിരിഞ്ഞിട്ട് നിന്റെ ഇഷ്ടമനുസരിച്ച് നീ പോയിരിക്കുന്നുവോ? തിരികെ വരൂ.
പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഇവിടെ കൂടി വന്നിരിക്കുകയും നിന്റെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളെ എല്ലാവരെയും നീ ദർശിക്കണമേ. പേര് പേരായിട്ട് ഞങ്ങളെയെല്ലാം തിരിച്ചറിയുന്നതായ ദൈവമേ, ഞങ്ങളുടെ സ്ഥിതിഗതികൾ നീ അറിയുന്ന ദൈവമാണല്ലോ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന നെടുവീർപ്പുകളെ കേൾക്കുന്നവനാകുന്നുവല്ലോ. ഞങ്ങളുടെ ഞരക്കങ്ങളെപ്പോലും കേൾക്കുന്നവനാണല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലുള്ളതായ ബുദ്ധിമുട്ടും കഷ്ടതയുമെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങളെ സ്നേഹിച്ചു ഞങ്ങൾക്ക് വേണ്ടി രക്തം നൽകിയ ദൈവമായിരിക്കുന്നത് കൊണ്ട് നിന്നെ വിട്ടിട്ട് നിന്നെ മറന്ന് ഞങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ജീവിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തിവെച്ച പാപത്തിന് വേണ്ടി ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. നിന്റെ പാദത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണപ്പാ. നിന്റെ ചെറുകിൻ മറവിലേക്ക് ഞങ്ങളെ ചേർക്കണമേ. നിന്റെ ആ കരങ്ങൾ നീട്ടിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലുള്ള സകല ബലഹീനതകളെയും നസ്രേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിച്ചു മാറ്റണമേ അപ്പാ. ഞങ്ങളുടെ ജീവിതത്തിലുള്ള പിശാചിന്റെ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ അപ്പാ. നിന്റെ മകനായിട്ട് നിന്റെ മകളായി നിത്യാനന്ദം ഉള്ളവരായിട്ട് നിന്റെ രാജ്യത്തിന്റെ അവകാശികളായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ സഹായം നൽകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.